നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. സൗന്ദര്യവൽക്കരണം നടത്തിയ ചിറക്കൽ ചിറ നാടിന് സമർപ്പിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിച്ച് വരും തലമുറക്കായി കാത്തുവയ്ക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത്. 6 മാസത്തിനുള്ളിൽ 90% ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചിറക്കൽ ചിറയുടെ പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ വന്ന സന്ദർഭത്തിലാണ് കുളം നവീകരിച്ച് മനോഹരമാക്കി അതിന് ചടങ്ങ് നടന്ന സമയത്താണ് പ്രിയപ്പെട്ട MLA ശ്രീ സുമേഷ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ നാടിന് വലിയ ഒരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ ചിറക്കൽ കോവിലകത്തിൻ്റെ ഒരു വലിയ ദീർഘവീക്ഷണവും കൂടിയാവും. 13 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ ജലസംഭരണി ഇത് നമ്മുടെ നാടിൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അത്യപൂർവമായ ജലസംഭരണികളിൽ ഒന്നാണ്. KV സുമേഷ് MLA അധ്യക്ഷനായിരുന്നു. ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം പെടുത്തുകയും അന്ന് ആ സദസ്സിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ 50 ലക്ഷം രൂപ പ്രത്യേകമായ ഒരു ഹെഡ് ഉണ്ടാക്കി ഇതിന് അനുവദിക്കും സൗന്ദര്യവൽക്കരണത്തിനെന്ന് അനൗൺസ് ചെയ്യുകയും ആ അനൗൺസ് ചെയ്ത് അദ്ദേഹം നടപ്പിലാക്കുകയും അത് പൂർത്തീകരിച്ച് ഇപ്പോൾ കുറച്ചു മാസം കഴിഞ്ഞെങ്കിലും ആ പൂർത്തീകരിച്ച പ്രവൃത്തി നാടിന് സമർപ്പിക്കാനാണ് ആദരണീയനായ മന്ത്രി വാക്കു പറഞ്ഞത് പാലിച്ച് നടപ്പിലാക്കാനാണ് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഈ ചിറക്കൽ ചിറയുടെ എത്തിയെന്നത് നമുക്കെല്ലാം ഏറെ സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ എന്നിവർ മുഖ്യ അതിഥികളായി. പത്മശ്രീ SRD പ്രസാദ്, ചിറക്കൽ കോവിലകം വലിയ രാജ CK രാമവർമ്മ രാജ എന്നിവർ വിശിഷ്ടാതിഥികളായി. കണ്ണൂർ ഡിവിഷൻ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PO ചന്ദ്രമോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ലത, KV സിന്ധു, PV സീമ, മൈനർ ഇറിഗേഷൻ കോഴിക്കോട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ TM ശരത്, ജോയ് കൊന്നക്കൽ, P ചന്ദ്രൻ, TK ബാബു, KP ജയബാലൻ മാസ്റ്റർ, സുരേഷ് വർമ്മ, P പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ചിറക്കൽ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ള അതിപുരാതനമായ ജലസംഭരണിയാണ് 13 ഏക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുന്ന 318 മീറ്റർ നീളവും 162 മീറ്റർ വീതിയുമുള്ള ചിറക്കൽ ചിറ. മതിയായ സംരക്ഷണമില്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കിടന്ന ചിറയിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ചെങ്കൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി 2022 പൂർത്തീകരിച്ചിരുന്നു. ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് ചിറയുടെ ചുറ്റുമുള്ള ഭാഗം സൗന്ദര്യവൽക്കരിക്കുന്നതിന് 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചതിനെ തുടർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. ചിറക്ക് ചുറ്റുമുള്ള റോഡിന് ഇന്റർലോക്ക് വിരിക്കൽ, സംരക്ഷണ ഭിത്തി ഉയരം കൂട്ടി നവീകരിക്കൽ, സമീപ പ്രദേശങ്ങളിലെ റോഡിൽ നിന്നും മഴവെള്ളം സുഗമമായി ഒഴുകുന്നതിന് സൗകര്യം ഒരുക്കൽ, പൊതുജനങ്ങൾക്കായി ഇരിപ്പിട നിർമ്മാണം എന്നിവ ഉൾക്കൊള്ളിച്ചാണ് സൗന്ദര്യവൽക്കരണം നിർമ്മാണ പ്രവൃത്തിക്കായി ആകെ 45.75 ലക്ഷം രൂപ ചെലവായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.